മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, PV അൻവർ കൂടി മത്സരിക്കാനെത്തുന്നതോടുകൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുകയാണോ? ഒപ്പം അൻവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള അല്ലെങ്കിൽ VD സതീശിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഹിറ്റ്ലറിസമാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി കോൺഗ്രസിന് എത്രത്തോളം ആഘാതമുണ്ടാക്കാൻ പോകുന്നു? PV അൻവർ കൂടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതോടുകൂടി നിലമ്പൂരിന്റെ പോരാട്ടം എന്ന് പറയുന്നത് തീപാറുന്നതായി മാറും. ആര്യാടൻ ഷൌക്കത്തും M സ്വരാജും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് അപ്പോൾ തന്നെ ഒരു കരുത്തുറ്റ പോരാട്ടത്തിലേക്ക് വന്നു. ഈ ഘട്ടത്തിൽ PV അൻവർ കൂടി വരുന്നു. ഈ PV അൻവർ രാജിവെച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അതിന് കാരണക്കാരായ PV അൻവർ തന്നെ അതേഘട്ടത്തിൽ UDF-ഉമായുള്ള സഹകരണത്തിന്റെ പല ചർച്ചകളുമായി മുന്നോട്ട് പോയിരുന്നു. UDF-ഉമായി സഹകരിക്കുമെന്നും അല്ലെന്നും അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഓരോ ദിവസമായി വന്നുകൊണ്ടിരുന്നു. ഒരു അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സ്വാമി തേങ്ങ ഉടച്ചെന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി മത്സരിക്കാൻ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതായത് PV അൻവർ കൂടി മത്സരിക്കുമ്പോൾ ഈ ഒരു നിലമ്പൂരിന്റെ ചിത്രം ആകെ മാറുന്ന കാര്യത്തിൽ സംശയമില്ല. സാങ്കേതികമായി കോൺഗ്രസ് നേതാക്കളുടെ ആദ്യഘട്ടത്തിൽ പ്രതികരണം എന്ന് പറയുന്നത് അത് UDF-നെ ബാധിക്കില്ല. 9 വർഷം MLA ആയിരുന്ന PV അൻവർ ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടുതലും LDF ക്യാമ്പിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ബാധിക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ UDF-ന്റെയും ആദ്യഘട്ടത്തിലെ പ്രതികരണം. അതേസമയം അതൊരു അവരുടെ ഒരു വാദമായി മാത്രമേ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. ഒരു 10 വോട്ടാണ് PV അൻവർ നേടുന്നതെങ്കിൽ എന്തായാലും 6 വോട്ടെങ്കിലും UDF-ലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ പിണറായിസത്തിനെതിരായ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പിണറായിസത്തിനെതിരായ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെയും അതോടൊപ്പം തന്നെ PV അൻവർ ഉയർത്തിയ വിഷയങ്ങളുടെയും ഭാഗമായി വരുന്ന വോട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ 6 വോട്ടെങ്കിലും എന്തായാലും UDF ക്യാമ്പിലേക്ക് വരേണ്ടിയിരുന്ന വോട്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ LDF-ന് ചെറിയ ക്ഷീണം ഉണ്ടാക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക UDF-നായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല വെറുതെ PV അൻവർ മത്സരിക്കുക എന്നതല്ല, UDF-നോട് ഇടഞ്ഞുകൊണ്ട് VD സതീശൻ ഇടഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൌക്കത്തിനെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നത്. PV അൻവറിന്റെ നമ്മളിതൊരു രാഷ്ട്രീയ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം വളരെ പ്രതികാര മനോഭാവത്തോടു കൂടി പോകുന്നതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൌക്കത്തിന്റെ തോൽവി കൂടി ഉറപ്പിക്കുക എന്നതായിരിക്കും ശരിക്കും PV അൻവറിന്റെ ദൌത്യം. അതുകൊണ്ട് തന്നെ പരമാവധി അദ്ദേഹത്തിന് അറിയാം 9 വർഷമായി ഇവിടെ MLA ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും മണ്ഡലത്തിൽ പല സ്ഥലങ്ങളിലും നല്ല ബന്ധമുണ്ടാവും. മാത്രമല്ല PV അൻവർ ഒരു ജനകീയനായ ഒരു MLA തന്നെയായിരുന്നു ആ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പലതരത്തിലും ആദിവാസി കോളനികളിലും ഈ കവളപ്പാറ ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ വനമേഖലകളിൽ പ്രശ്നങ്ങളുള്ള ഒക്കെ തന്നെ ഇടപെട്ട ആളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ബന്ധമുണ്ടാവും. ആ ബന്ധമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തും. അതേസമയം LDF UDF-നെ സംബന്ധിച്ചുള്ള ഇത് ജീവൻ മരണ പോരാട്ടമായിരിക്കും. ഒന്ന്, ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള സെമി ഫൈനലാണ്. 2, PV അൻവർ ഉടക്കി നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും PV അൻവർ എഫക്റ്റ് ഉണ്ടായിരുന്നില്ല, അതല്ലാതെ ഞങ്ങൾ കരുത്തുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. ഈ രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് പിണറായിസത്തിന് വേണ്ടി ഇറങ്ങി വന്ന PV അൻവറെ നോക്കി നിർത്തിക്കൊണ്ട് തന്നെ വിജയിച്ചുകൊണ്ട് 3ാം ടേമിലേക്കുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും LDF-ന്റെ ശ്രമം. എന്തായാലും പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJP സ്ഥാനാർത്ഥിയോട് പ്രഖ്യാപിച്ചതോടുകൂടി എന്തായാലും മത്സര ചിത്രം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്നു. കടുത്ത പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുകയാണ്. അതാണ് 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും പുറമെ PV അൻവർ കൂടി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. നാളെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. നിലമ്പൂരിലെ ജനങ്ങളൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷ PV അൻവർ വെച്ചു പുലർത്തുന്നുണ്ട്. ഇനി PV അൻവർ പിടിക്കുന്ന വോട്ട് അത് ആർക്ക് തിരിച്ചടിയാകും എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. മുഹമ്മദ് അസ്ലമും ഷബീർ ഉമറുമാണ് വിവരങ്ങൾ നൽകിയത്.